നിലയുണ്ടായിരുന്നു. കഴിഞ്ഞില്ല ഞാൻ വെള്ളം കുടിക്കുന്നു. അത്തരത്തിലുള്ള വിധി ജനങ്ങൾ നൽകുമ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പും ബിരിയാണിക്കകത്തെ സ്വർണവും അങ്ങനെ പല കഥകളായിരുന്നില്ലേ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതാണോ ജനങ്ങൾ മുഖവിലക്കെടുത്തത്? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിത്യജീവിതത്തിൽ വരുന്ന മാറ്റമുണ്ടല്ലോ, ആ നിത്യജീവിതത്തിൽ മാറ്റം വന്നല്ലോ ആ കാലത്ത്. അതിൻ്റെ ഭാഗമായി 2021 LDF തുടർ ഭരണം സമ്മാനിച്ചു. 21 മുതൽ 26 വരെയോ കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ജനങ്ങൾ അറിയരുത്, അതിനാണ് ഈ നുണകൾ പടച്ചു വിടുന്നത്. നമ്മുടെ കേരളം ഇപ്പോൾ ലോകത്തിൻ്റെ വൻ ശ്രദ്ധയിലാണല്ലോ. കാരണം ലോകത്ത് അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. എങ്ങനെയാണത് സംഭവിച്ചത് എന്നല്ലേ ലോകം ആശ്ചര്യപ്പെടുന്നു. അത് LDF ആയതുകൊണ്ടല്ലേ. എന്താണ് LDFൻ്റെ പ്രത്യേകത? എന്താണ് UDFൻ്റെയും BJPയുടെയും പ്രത്യേകത? UDFും BJPയും ഒരേ നയമാണ്, കോൺഗ്രസും BJPയും ഒരേ നയമാണ്. അതായത് ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുക, കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ, സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ്. LDF ആഗോളവൽക്കരണ നയമല്ല, ജനപക്ഷത്താണ് നിൽക്കുന്നത്, പാവപ്പെട്ടവരുമാണ് പ്രതിബദ്ധത. അതിൻ്റെ ഭാഗമായല്ലേ ഈ കാര്യം ആലോചിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാളും നല്ല സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ആലോചിക്കാൻ കഴിഞ്ഞോ? കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഞങ്ങളും നോക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചു? ഏതെങ്കിലും സംസ്ഥാനം നോക്കി? അവിടെയാണ് വ്യത്യാസം. അതാണ് LDFൻ്റെ പ്രത്യേകത. ആ പ്രത്യേകത ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിന്ന് കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളും എടുത്തോ, എത്രമാത്രം അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്? നിത്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ്? ഇത് മറച്ചു വെക്കണം, ഇതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കരുത്. മറ്റ് തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് പച്ച നുണ അവതരിപ്പിച്ചിട്ട് നുണകളുടെ ഒരു ഘോഷയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷേ അതൊന്നും ജനങ്ങളെ ഏശില്ല. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.